ഓർത്തൊന്നും എടുക്കണ്ട. പണ്ട് പഴയക്കുട്ടി അഭിനയിച്ച് ഇപ്പോൾ പഴയക്കുട്ടി സിനിമയിലെടുക്കലുള്ളൂ. ഓർക്കാൻ തരും. ഇപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താ അനുഭവം? വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താ അനുഭവം? വേറെ അനുഭവത്തിന് പോയാൽ അനുഭവം അഭിനയമല്ലാതെ പറ്റും. അനുഭവം മാത്രമേ ഓർമ്മ കാണൂ, അഭിനയിക്കാൻ മറന്നു. അങ്ങനെ ചുമ്മാ പിന്നീട് അങ്ങനെ അതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചാൽ സമയം കളയാറില്ല. രസകരമായിട്ടൊരു 1000 അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റും. സെറ്റിൽ ഓണാഘോഷം ചെയ്ത പൈസ മുടക്കിയല്ലേ പടം പിടിക്കണേ. അവിടെ ഓണം ആഘോഷിച്ചിരുന്ന ഷൂട്ടിങ് എങ്ങനെ നടക്കും? കഴിവുള്ള ആളുകൾ ചെയ്യുമ്പോൾ സ്നേഹമുള്ള ആളുകൾ അടുത്ത് നിന്ന് ചിലപ്പോൾ കുറെ കൂടെ അങ്ങനെ ആയാൽ നന്നായി എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയാം എന്നുള്ളതല്ലാതെ ഉപദേശിച്ചു അങ്ങനെ ആരെയും നന്നാക്കാൻ അങ്ങനെ സിനിമ നടന്നാക്കാൻ പറ്റില്ല. ഇതിനെ നോക്കിക്കാണാൻ എന്താണ്? നോക്കിക്കാണാൻ എന്തോരിക്കണം. പലരും ഇത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമ വന്നിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ആയവരുടെ ഇല്ലേ. ഉപാധികളില്ലാത്ത സ്നേഹം മാത്രം കറുത്തമ്മയ്ക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം പരീക്കുട്ടി എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ നമ്മുടെ മലയാള സിനിമയുടെ ലെജൻഡ് മധുസാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെമ്മീൻ എന്ന സിനിമ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 60 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാനാണ് മധുസാർ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, ഇപ്പോൾ ചെമ്മീൻ എന്ന സിനിമ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യം അതിനെപ്പറ്റി തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഈ 60 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു, അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ പരീക്കുട്ടി എങ്ങനെ ഓർത്തെടുക്കുന്നു ഇപ്പോൾ ഈ 60ാം വർഷത്തിൽ? ഓർത്തൊന്നും എടുക്കണ്ട. പണ്ട് പഴയക്കുട്ടി അഭിനയിച്ച് ഇപ്പോൾ പഴയക്കുട്ടി സിനിമയിലെടുക്കലുള്ളൂ. ഓർക്കാൻ തരും. അപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ശരിക്കും? അനുഭവം ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താ അനുഭവം? വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താ അനുഭവം? അതായത് ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയാൽ അഭിനയിക്കുന്നത് തന്നെ അനുഭവം. അതിപ്പം പരീക്കുട്ടിയല്ല വേറെ ഏതാണെങ്കിലും അഭിനയിക്കുന്നത്രേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേക അനുഭവമൊന്നുമില്ല. വേറെ അനുഭവത്തിന് പോയാൽ അനുഭവം അഭിനയമല്ലാതെ പറ്റും. അനുഭവം മാത്രമേ ഓർമ്മ കാണൂ, അഭിനയിക്കാൻ മറന്നു. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടി സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചുമ്മാ പിന്നീട് അങ്ങനെ അതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചാൽ സമയം കളയാറില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ സിനിമയെ പറ്റി പറയുമ്പോൾ പരീക്കുട്ടി ഒക്കെയാണ്. അതുപോലെ തന്നെ കറുത്തമ്മയെ ഷീലാമ്മയെ പറ്റി ഓർക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഷീലാമ്മയായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയാണ് ഇപ്പോൾ? ഞങ്ങളുടെ സൗഹൃദവും അഭിനയം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അവർ എൻ്റെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ പടങ്ങളിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കറുത്തമ്മയുടെ റോളും അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ശരിക്കും ഒരു ഹിന്ദി സിനിമയാക്കി മാറ്റുന്ന ചർച്ചകളായിരുന്നു ആദ്യം നടന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മതലഹള ഉണ്ടാകുമെന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം അത് ഹോളിവുഡ് എടുക്കാതെ അത് മാറ്റുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില ഘടകങ്ങൾ, ഇപ്പോൾ സിനിമയെ മതം സ്വാധീനിക്കുന്നു, രാഷ്ട്രീയം സ്വാധീനിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഒരു നടൻ എന്ന രീതിയിൽ അത് സിനിമയ്ക്ക് അങ്ങനത്തെ ചില പരിമിതികൾ, അതിർവരമ്പുകൾ വരുന്നത്, അതിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ ഒരു അത്തരത്തിലുള്ള അതിർവരമ്പുകൾ അതിന് ഞാൻ വിലയിരുത്തിയിട്ട് യാതൊരു ആവശ്യമില്ല. ഞാൻ അഭിനയിക്കാനുള്ള പടത്തിൽ വന്ന് പ്രൊഡ്യൂസറോട് ഡയറക്ടറായിരുന്നു റോൾ അഭിനയിക്കാൻ ചോദിക്കും, ഞാൻ പോകും, അഭിനയിക്കും, അത്രയേ ഉള്ളൂ. ഈ പോളിറ്റിക്സിലൊന്നും എനിക്ക് പെടേണ്ട വേണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ, പിന്നിലോട്ട് നോക്കുമ്പോൾ മലയാള സിനിമ എന്തൊക്കെ കടമ്പകളാണ് കടന്നിരിക്കുന്നത്? ഈ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട്? മാറ്റങ്ങളൊക്കെ പറയേണ്ടത് കാണുന്നവരാണ് പറയേണ്ടത്, പ്രവർത്തിക്കുന്നവരല്ല. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം അതിൻ്റെ കൂടെ മൂവ് ചെയ്ത് കാരണം മാറുന്ന അറിയില്ല. മാറി നിന്ന് കാണുന്നവരാണ് മാറ്റം അറിയുന്നത്. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മാറ്റം അറിയില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചങ്ങനെ നോക്കിയാൽ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം സ്ലോ ആയിട്ടൊരു 60 വർഷം എന്നല്ലേ പറഞ്ഞില്ലേ? ഈ 60 വർഷം കൊണ്ടാണ് ഈ മാറ്റം വന്നത്, ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ അത് മാറ്റമൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനൊരു ലക്ഷ്യമുണ്ട്. അതായത് ജനങ്ങളെ ഒന്ന് വിനോദിപ്പിക്കുക, അല്ലേ? അതിനപ്പുറം അവരെ ചിന്തിപ്പിക്കുക. അപ്പോൾ മറ്റെന്തെങ്കിലും ലക്ഷ്യം സിനിമ ഈ സമൂഹത്തിൽ നിറവേറ്റുന്നതായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, എമ്പുരാൻ എന്ന സിനിമയുമായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പല കാരണങ്ങളും ഒരു സിനിമയെ സ്വാധീനിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടുന്നുണ്ട്. അപ്പോൾ ഒരു വിനോദോപാധി അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മലയാള സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ അതൊരു തടസ്സം തന്നെയല്ലേ സിനിമയെ സംബന്ധിച്ച്?
എനിക്കങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാൻ ആക്ടറാണ്. ഒരു റോള് തരുന്നു, പോകുന്നു, ഞാൻ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വേറെ എന്താണ് സംഭവം എന്നെല്ലാം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഒരു രസകരമായിട്ടൊരു ചോദ്യം തോന്നുന്നു. അതായത് ഇപ്പോൾ ചെമ്മീൻ എന്ന സിനിമ താങ്കൾ ഇപ്പോൾ ആരും പകരം വെക്കാൻ കഴിയില്ല. പരീക്കുട്ടിയെ താങ്കൾ മനോഹരമാക്കി, കറുത്തമ്മയെ ഷീലാമ്മ മനോഹരമാക്കി, പളനിയെ സത്യൻ സാറ് മനോഹരമാക്കി. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഏതൊക്കെ താരങ്ങൾക്കാണ് ഈ പരീക്കുട്ടി എന്ന റോള് ചെയ്യാൻ പറ്റിയ ഒരു താരമായിട്ട് താങ്കൾ വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ താങ്കളുടെ ഒരു വ്യൂ പോയിന്റിൽ അങ്ങേക്ക് ആരെയാണ് തോന്നുന്നത്? നമുക്കിപ്പോൾ ഉള്ള എല്ലാം നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ്, പലർക്കും കഴിയും. ആരുടെയും പേര് ഞാൻ പറഞ്ഞത് ശരിയില്ല. ഓക്കെ, അങ്ങനെ അതിലങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് പരീക്കുട്ടിയായിട്ട് അഭിനയിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ യുവതലമുറ, ഇപ്പോൾ താങ്കളുടെ പാരമ്പര്യമൊക്കെ പിന്നിട്ട് വന്നിരിക്കുന്ന യുവ സിനിമാ താരങ്ങൾ, നടിമാരായാലും നടന്മാരായാലും അവരെക്കുറിച്ചൊക്കെ ഉള്ളൊരു അഭിപ്രായം എന്താണ്? അവർ എങ്ങനെയാണ് അവരെ സിനിമയെ സമീപിക്കുന്നത്? അവരെല്ലാം നല്ല ആർട്ടിസ്റ്റാണ്. പുതിയ വരാവുന്നൊരു താല്പര്യം അവർ പരിചയക്കുറവ് കാണുമായിരിക്കും. അത് കഴിഞ്ഞ് ഒരു പടത്തിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ പരിചയപ്പെടും. പിന്നെ ഈ ടാലൻസ് ഉള്ള ആളുകൾ നല്ല ആർട്ടിസ്റ്റാണ്. നമുക്കിപ്പോൾ ചെറുപ്പക്കാരായിട്ട് വന്നിട്ടുള്ളവർ മിക്കവാറും എല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ താങ്കളൊരു നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എനിക്ക് ഇന്ന ഒരു റോള് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടോ? ഇല്ല, ബാക്കിയില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കി അങ്ങനെ ഇതെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം ചെയ്തു. അതല്ലാതെ ഒരെണ്ണം എന്തെങ്കിലും വരികയാണെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സിനിമയിലേക്ക് സിനിമ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇനി ഇന്ന ഒരു വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇല്ല, എല്ലാം ചെയ്തു. അപ്പോൾ മാത്രമല്ല, ഇപ്പം ഇനി ഇന്ന ഒരു വ്യക്തിയോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇന്ന ഒരു നടനോടൊപ്പം എനിക്ക് അഭിനയിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ കാണാം, മലയാളികൾക്ക് എന്നൊരു അത്ഭുതം തന്നെയാണ് മധു സാർ. ഇപ്പോൾ നമ്മളിനി ചോദിക്കാൻ പോകുന്നത് തൻ്റെ ആരോഗ്യ രീതിയെ പറ്റി, ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കുന്നു, ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെ പ്രേക്ഷകർക്ക്. എങ്ങനെയാണ് ആരോഗ്യം? പ്രത്യേകം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആരോഗ്യം ഇല്ലാതാക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ കെയർലെസ് ആയിട്ട് ജീവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർഫുള്ളായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. പ്രത്യേകം ഒന്നും ചെയ്യുന്നില്ല. യോഗ ചെയ്യുക, എക്സസൈസ് അങ്ങനെയൊന്നും ചില്ലറ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. പിന്നെ കുടുംബം എങ്ങനെയാണ്? കുടുംബത്തിന്റെ വിശേഷമൊക്കെ എന്തൊക്കെയാണ്? കുടുംബം ഇപ്പോൾ വൈഫില്ലേ, ഇപ്പോൾ മോളും കുടുംബവും അപ്പുറത്ത് ഇത് കോമ്പൗണ്ട് തന്നെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ കുടുംബമില്ല, ഞങ്ങളൊക്കെ തന്നെ എൻ്റെ കുടുംബം പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു സിനിമ അഭിനയ അനുഭവത്തിൽ നിന്നും ഈ നമുക്ക് എന്തായാലും നമ്മുടെ ഈ സിനിമാക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളുടെ ഒരു സ്വീകാര്യത, അവരുടെ ഒരു സ്നേഹം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ നമ്മുടെ ആരാധകരിൽ നിന്നും എന്തെങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ആരാധകരിൽ നിന്നും കിട്ടിയ സ്നേഹം, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം? എപ്പോഴും എവിടെയും ഇഷ്ടപ്പെടുന്ന ആളുടെ കാണാൻ സന്തോഷമാണ്, അവർക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു മറക്കാൻ വയ്യാത്തൊരു അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തന്നെ. അപ്പോൾ ഈ സിനിമാ സൈറ്റിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നമുക്ക് ഈ സിനിമ സൈറ്റിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം? രസകരമായിട്ടുള്ള 1000 അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ എന്തായാലും ഇനി ഓണക്കാലം വരെയാണ്. അപ്പോൾ ഓണക്കാലം എത്തുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഓണക്കാലത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. അത് ഈ ചെറുപ്പക്കാർ പറഞ്ഞോളൂ. എനിക്കാകെപ്പാടെ ഓണത്തിനെ കുറിച്ച് അറിയാമെന്നുള്ളത് പണ്ട് ചെറുപ്പമായിരുന്നപ്പോൾ ഊഞ്ഞലൊക്കെ കെട്ടി ആടുമായിരുന്നു, വീട്ടിൽ അത്തവിടുമായിരുന്നു ഇല്ലേ. പിന്നെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കും, ഇത്രയേ ഉള്ളൂ. ഈ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണം ആഘോഷിച്ചിട്ടില്ലേ? സെറ്റിലൊക്കെ ഓണം ആഘോഷിച്ചിട്ടില്ലേ? അത് സെറ്റിൽ സിനിമയുടെ ഷൂട്ട് ചെയ്യാതിരിക്കുള്ളൂ. അവിടെ സെറ്റിൽ ഓണാഘോഷം ചെയ്ത പൈസ മുടക്കിയല്ലേ പടം പിടിക്കണേ. അവിടെ ഓണം ആഘോഷിച്ചിരുന്ന ഷൂട്ടിങ് എങ്ങനെ നടക്കും? അവിടെ അതൊന്നും ചെയ്യാറില്ല. സെറ്റിൽ ആഘോഷം സെറ്റിൽ എങ്ങനെ ഓണം ആഘോഷമാണെങ്കിൽ അതെങ്ങനെ നടക്കണം? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അതെ അതെ അതെ. എന്തെങ്കിലും സിനിമ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇനി എന്തെങ്കിലും സിനിമ? ഞാൻ വാസിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല.
ചെയ്യുമല്ലോ, ഇനി അവസരങ്ങൾ വന്നാൽ ചെയ്യുമല്ലോ. സിനിമ ചെയ്യുമല്ലോ, ചെയ്യില്ലാന്നൊന്നുമില്ലല്ലോ. അറിയില്ല, ഞാൻ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, പല സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ഈ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വെച്ചിട്ട് എന്നെപ്പോൾ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ കഥ കൊണ്ടുവന്നാൽ അതൊരു സൈഡ് ക്യാരക്ടർ ആയാൽ പോരാ, അയാളുടെ കഥയാണെന്ന വരിയിൽ എനിക്ക് തൃപ്തി വരികയാണ് ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞ് പോയിട്ടുമുണ്ട്. ഇപ്പോഴും ആരൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മോഹൻലാൽ ഒരു വശത്ത്, മമ്മൂട്ടി ഒരു വശത്ത്. അപ്പോൾ രണ്ടുപേരെയും കുറിച്ചുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? രണ്ട് വശത്തായിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു വശത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ജോലി നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇത്രയും നല്ല കഴിവുള്ള കലാകാരന്മാർ കിട്ടിയ മലയാളം വളരെ ഭാഗ്യമുള്ള ഫീൽഡാണ് മലയാളത്തിൽ. അത് പൊതുവെ നമുക്ക് ധാരാളം ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലെ ഇത്രയും എന്താ പറയാൻ ഒരു കഴിവുള്ളവർ, ദൈവം അറിഞ്ഞ് അവർക്ക് കൊടുത്തിട്ടുള്ള കഴിവ്, അത് വളരെ ബാക്കി മറ്റുള്ള ലാംഗ്വേജ് സിനിമ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയുടെ ഒരു കാരണവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ഇനി ഒരുപാട് യുവതാരങ്ങൾ വരുന്നുണ്ട് ഈ സിനിമയിലേക്ക്. അവർ സമീപിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ അവരോട് അങ്ങേക്ക് നൽകാവുന്ന ഒരു ഉപദേശം എന്താണ്? പുതു സിനിമാ താരങ്ങളോട് അങ്ങേക്ക് നൽകാനുള്ള ഒരു ഉപദേശം? അങ്ങനെ ഇതെല്ലാം എല്ലാവരും ചോദിക്കണ കുറിച്ചാണ്. അങ്ങനെ ആർക്കും അങ്ങനെ കയറി പിടിച്ചൊന്നും ഉപദേശമൊന്നും കൊടുക്കാൻ നോക്കില്ല. വല്ലതും ഷൂട്ടിങ് കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ഒരു അഡീഷണലായിട്ടൊരു അഭിപ്രായം എല്ലാം പറഞ്ഞിട്ട് നന്നായിരിക്കും എന്ന് തോന്നുന്ന കാര്യം പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഉപദേശമൊന്നും പറഞ്ഞിട്ട് ആരെയും നന്നാക്കാൻ നോക്കില്ല. ഇതങ്ങനെ ഉപദേശിച്ച് നന്നാക്കാന്നുള്ള കാര്യമില്ല. കഴിവുള്ള ആളുകൾ ചെയ്യുമ്പോൾ സ്നേഹമുള്ള ആളുകൾ അടുത്ത് നിന്ന് ചിലപ്പോൾ കുറേ കൂടെ അങ്ങനെ ആയാൽ നന്നായി എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയാം എന്നുള്ളതല്ലാതെ ഉപദേശിച്ചു അങ്ങനെ ആരെയും നന്നാക്കാൻ അങ്ങനെ സിനിമ നടന്നാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും മലയാള സിനിമയിൽ നോക്കുമ്പോൾ ഒരു വിഷമകരമായൊരു ഘട്ടമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഒരു രോഗാവസ്ഥ അങ്ങ് സംസാരിച്ചിരുന്നോ? ആ ഒരു അവസ്ഥയിൽ സംസാരിച്ചിരുന്നോ? അതോ ഇന്ന് സംസാരിച്ചു? എന്തായിരുന്നു മിക്കവാറും ആഴ്ചയിൽ ഇന്നും വിളിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്? ഓക്കെയാണ്. സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം അത് താങ്കൾ ഇങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ഇതിനെ നോക്കിക്കാണാൻ എന്തോരിക്കണം. പലരും ഇത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമ വന്നിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ആയവരുടെ ഇല്ലേ, അതിലെ നോക്കി ലോകത്തെല്ലാവരും കാണണമല്ല ഞാനും കാണത്തേ ഉള്ളൂ. യാതൊരു വ്യൂ പോയിന്റും അല്ല. അതിപ്പോൾ നടൻ പാട്ടുകാരനും കൂടെ ആകാം അല്ലേ, ഈ പാട്ടുകാരനെ പൊളിറ്റീഷ്യനും ആവാം. അതുപോലെ ഓരോരുത്തർക്ക് അവരുടെ ടേസ്റ്റ് എടുത്തിട്ട് ഓരോന്നോരോന്നാകാം എന്നുള്ളതല്ലാതെ അതിന് നമ്മൾ മെനക്കെട്ടിരുന്ന വ്യൂ പോയിന്റ് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു താരത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷേ എൻ്റെ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഞാൻ ആരാധിച്ചിരുന്ന ഒരു താരം ഇന്ന രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് വരും. അപ്പോൾ ഒരു കലാകാരൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമ്പോൾ അത് ആരാധകരെ കൂടി വിഷമിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകില്ല. അങ്ങനെ ഒരു വശവും കൂടി ഇല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് ചെയ്യാൻ പോകണമെങ്കിൽ ഇപ്പോഴൊന്നും യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് അവർ മനസ്സിലാക്കണം എന്നുള്ളതല്ലാതെ ഈ ആരാധിക്കണവർ ഇങ്ങനെ ചെയ്യണം അവന് വേണ്ടി ചെയ്യാൻ പോയാൽ ഇവൻ പൊളിറ്റീഷ്യൻ ആവില്ല. പൊളിറ്റീഷ്യനാണ് സ്വയമാണ്. അത് അവരെ സൂചിപ്പിക്കാനോ ഇവരെ സൂചിപ്പിക്കാനോ ഇവരെ അങ്ങ് സമാധാനപ്പെടുത്താനോ ഒന്നുമല്ല. അത് ആർട്ടിസ്റ്റ് തന്നെ ചെയ്യുന്നതാണ്. അയാളുടെ ഒപ്പീനിയനാണ്, അയാളുടെ അഭിപ്രായം അനുസരിച്ച്, അയാളുടെ ഇഷ്ടവും ഇഷ്ടക്കുറവും അനുസരിച്ച്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.